ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ലോകകപ്പ് ഫുട്ബോളിന് മൂവാറ്റുപുഴയിലും ആവേശകരമായി അന്ത്യം. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ടൗൺ ഹാളിൽ ഒരുക്കിയ വലിയ സ്ക്രീനിൽ മത്സരത്തിന്റെ പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് പന്തുരുണ്ടത് ന്യൂജേഴ്സിയിലാണെങ്കിലും മൂവാറ്റുപുഴയിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല. രാത്രിയെ പകലാക്കിയും ഇരുട്ടിനെ പ്രകാശമാക്കിയും നാടൊന്നാകെ നെഞ്ചേറ്റിയ കാൽപന്താട്ടത്തിന് മൂവാറ്റുപുഴയിലും ആവേശകരമായ അന്ത്യം. ഞായറാഴ്ച ആഘോഷ ആഹ്ലാദ പരിപാടികളും വാഹന റാലികളുമായി ഇരു ടീമിന്റെ ആരാധകരും രാവിലെ തന്നെ നിരത്തിലിറങ്ങിയിരുന്നു. അർജന്റീനയുടെ വെള്ളയും നീലയും കലർന്ന കുപ്പായമിട്ടും സ്പെയിനിന്റെ ചുവന്ന കുപ്പായമണിഞ്ഞും വാശിയേറിയ പോരാട്ടത്തിന്റെ വരവറിയിച്ചു. ടൗൺ ഹാളിൽ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ഒരുക്കിയ വലിയ സ്ക്രീനിലെ മത്സരത്തിന്റെ പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ഇരു ടീമിനും പിന്തുണയുമായി എത്തിയത്. നൂറുകണക്കിന് കായിക പ്രേമികളാണ് മൂവാറ്റുപുഴയിലെത്തിയത്. ഒപ്പം ഡീൻ കുര്യാക്കോസ് എം.പി, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും പ്രദർശനം കാണാനെത്തിയിരുന്നു. ഈ നാടിന്റെ ഒരു വലിയ പാരമ്പര്യവും സംസ്കാരവും മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ പെരുമയുടെ നാടാണ്. അതിനെ ഉച്ചസ്ഥായിലെത്തിക്കാൻ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. ഇവിടെ അതിവിപുലമായ സൗകര്യങ്ങളാണ് ഈ ടൗൺ ഹാൾ മൈതാനിയിൽ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്തിട്ടുള്ളത്. നഗരസഭയ്ക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇക്കാലം മുതൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഫുട്ബോൾ ആസ്വദിച്ച് നമ്മളിപ്പോൾ ഫൈനൽ മത്സരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ അന്തിമ മത്സരത്തിൽ നമ്മുടെ ടീം വിജയിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട എന്ന് വെച്ചാൽ ഫുട്ബോൾ രാജാവ് എന്ന് വിളിക്കുന്ന നമ്മളെല്ലാവരും നെഞ്ചിൽ ആരാധിക്കുന്ന മെസ്സിക്ക് വേണ്ടി നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോഴല്ലോ എന്റെ സന്തോഷമെന്നറിയാം. ഇതാണ് മൂവാറ്റുപുഴയുടെ ആവേശം. ഹലോ മൂവാറ്റുപുഴ, ഹലോ മൂവാറ്റുപുഴ. യെസ്, ഈ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഒരു ആവേശത്തിന് വേണ്ടി വേദി ഒരുക്കുവാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ഒത്തിരി സന്തോഷം. അതിലൊക്കെ ഉപരിയായി ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബ് മൂവാറ്റുപുഴയുടെ ഫുട്ബോൾ ക്ലബ്ബ് മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനമാണ്. മത്സരശേഷം നടന്ന വിജയാഘോഷങ്ങളിലും ആവേശം അലയടിച്ചു. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ നഗരത്തിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ പോലീസിനെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.